ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷ തീർത്ഥം യൂട്യൂബ് ചാനലിലേക്ക് ജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവരെയും താല്പര്യമുള്ളവരെയും സ്വാഗതം ചെയ്യും. തുലാക്കൂറിൽ ജനിച്ചവർക്ക് 2026 മെയ് മാസത്തിൽ അനുഭവപ്പെടാൻ ഇടയുള്ള ചാരഫലം എന്താണെന്ന് പരിശോധിക്കാം. ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാല് എന്നീ നക്ഷത്രങ്ങളാണ് തുലാക്കൂറിൽ ഉൾപ്പെടുന്നത്. ആദ്യമായി ഗ്രഹസ്ഥിതി പരിശോധിക്കാം. സൂര്യൻ ഈ മാസത്തിന്റെ ആദ്യ പകുതിയിൽ മേടം രാശിയിലും അതിനുശേഷം ഇടവൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ചൊവ്വ 11-ാം തീയതി വരെ മീനം രാശിയിലും അതിനുശേഷം മേടം രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ബുധൻ 15-ാം തീയതി വരെ മേടം രാശിയിലും അതിനുശേഷം ഇടവൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ശുക്രൻ 14-ാം തീയതി വരെ ഇടവൻ രാശിയിലും അതിനുശേഷം മിഥുനം രാശിയിലും സ്ഥിതി ചെയ്യുന്നു. വ്യാഴം മിഥുനം രാശിയിലും, ശനി മീനൻ രാശിയിലും, രാഹു കുംഭൻ രാശിയിലും, കേതു ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ഇതാണ് പ്രധാന ഗ്രഹസ്ഥിതി. ഈ കൂറുകാരെ സംബന്ധിച്ച് മെയ് മാസത്തില് ഗ്രഹങ്ങളുടെ ചാരഫലം അനുസരിച്ച് കൂടുതൽ ഗുണഫലങ്ങളാണ് അനുഭവപ്പെടുക. പ്രത്യേകിച്ച് വ്യാഴം, ശനി, ശുക്രൻ, കേതു ഇതൊക്കെ പൂർണ്ണമായും അനുകൂല ഭാവത്തിലാണ് നിൽക്കുന്നത്. 15-ാം തീയതിക്ക് ശേഷമുള്ള ബുധന്റെ സ്ഥിതിയും അതുപോലെ 11-ാം തീയതി വരെയുള്ള ചൊവ്വയുടെ സ്ഥിതിയും ഇവർക്ക് വളരെ അനുകൂലമാണ്. ഈ ഗ്രഹങ്ങളുടെയൊക്കെ ഗുണദോഷ ഫലങ്ങൾ എങ്ങനെയൊക്കെയാണ് അനുഭവപ്പെടുന്നതെന്ന് വിശദമായി പരിശോധിക്കാം. സൂര്യൻ ആദ്യ പകുതിയിൽ 7-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. സഞ്ചാരക്ലേശവും ഉദരരോഗവും ഒക്കെയാണ് 7-ാം ഭാവത്തിലെ സൂര്യന്റെ ചാരഫലമെങ്കിലും ഉച്ചത്തിൽ നിൽക്കുന്ന സൂര്യൻ ഇവർക്ക് ഇത്തരം ദോഷഫലങ്ങൾ ഒന്നും ചെയ്യുകയില്ല. മറിച്ച് രോഗങ്ങളിൽ നിന്നും മുക്തിയും അതുപോലെ തന്നെ യാത്രകൾ മൂലം കൂടുതൽ നേട്ടവും ഒക്കെ ഈ കുറുകാർക്ക് സൂര്യൻ അനുഭവത്തിൽ വരുത്തും. വളരെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അനുഭവിക്കുന്ന ഈ കുറുകാർക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം നൽകുവാൻ സൂര്യന്റെ 7-ാം ഭാവസ്ഥിതി സഹായിക്കും. 15-ാം തീയതി മുതൽ 8-ാം ഭാവത്തിലേക്ക് മാറുന്ന സൂര്യൻ ഇവർക്ക് ചില രോഗഭയങ്ങളൊക്കെ ഉണ്ടാക്കും. അതുപോലെ അധികാരി വർഗത്തിൽ നിന്നും പ്രതികൂലമായ ചില ഉത്തരവുകളും ഒക്കെ വരുവാൻ സാധ്യതയുണ്ട്. എതിർലിംഗത്തിൽപ്പെട്ടവർ ചില സാഹചര്യത്തിൽ താല്പര്യക്കുറവ് കാണിക്കുവാനും സാധ്യതയുണ്ട്. മഹാദേവന് പ്രാർത്ഥിച്ച് ധാര കഴിക്കുന്നത് സൂര്യനെ കൊണ്ട് കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുവാൻ സഹായിക്കും. ചൊവ്വ 11-ാം തീയതി വരെ ഇവർക്ക് 6-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 6-ാം ഭാവത്തിലെ ചൊവ്വ അനുകൂല ഫലങ്ങളാണ് ഇവർക്ക് നൽകുന്നത്. പ്രത്യേകിച്ചും ചെമ്പ്, സ്വർണം തുടങ്ങിയവയൊക്കെ സ്വന്തമാക്കുവാൻ അനുകൂലമായ സമയമാണ്. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കുവാൻ ചൊവ്വയുടെ 6-ാം ഭാവസ്ഥിതി സഹായിക്കും. സാമ്പത്തികമായി വലിയ നേട്ടം ഉണ്ടാക്കുവാനും ഇവർക്ക് ചൊവ്വയുടെ 6-ാം ഭാവസ്ഥിതി സഹായകമാണ്. ശത്രുക്കളുമായിട്ട് വേർപാട് 6-ാം ഭാവത്തിലെ ചൊവ്വ നൽകുന്ന ഗുണഫലമാണ്. ശത്രുക്കൾ ഉണ്ടായിരുന്നവരൊക്കെ മിത്രങ്ങളായി മാറി അവരിൽ നിന്നൊക്കെ സഹായം ലഭിച്ചു തുടങ്ങും. എന്നാൽ ചില കലഹ ഭയങ്ങളൊക്കെ 6-ാം ഭാവത്തിലെ ചൊവ്വ ഉണ്ടാക്കും. അതുകൊണ്ട് മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്രതീക്ഷിതമായി ചിലപ്പം കലഹങ്ങളിൽ ഏർപ്പെടുവാൻ സാധ്യതയുള്ളതിനാൽ വാക്കുകൾ മിതമായി പ്രയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 11-ാം തീയതി മുതൽ 7-ാം ഭാവത്തിലേക്ക് മാറുന്ന ചൊവ്വ ഈ കൂറുകാരെ സംബന്ധിച്ച് കുറച്ച് ദുരിതാനുഭവങ്ങൾ നൽകുന്നതാണ്. പ്രത്യേകിച്ച് നയന രോഗം അതുപോലെ ഉദരരോഗം ഇതൊക്കെ വരുവാൻ സാധ്യതയുണ്ട്. ചെറിയ ചെറിയ രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ വൈദ്യസഹായം തേടി രോഗമുക്തി നേടേണ്ടതാണ്. കുടുംബത്തിൽ ദമ്പതിമാർ തമ്മിൽ കലഹം ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ദമ്പതിമാർ തമ്മിൽ പരസ്പരം ഇടപഴകുന്നത് വളരെ ജാഗ്രതയോടെ വേണം. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനും അതിന് പേരിൽ കുടുംബകലഹം ഉണ്ടായി ഒരു പ്രതിസന്ധി നേരിടാനും സാധ്യതയുള്ളതിനാൽ അത്തരം അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. 15-ാം തീയതി വരെ ബുധൻ ഇവർക്ക് സ്ഥിതി ചെയ്യുന്നത് 7-ാം ഭാവത്തിലാണ്. 7-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധൻ ചില കലഹങ്ങളൊക്കെ ഇവർക്ക് അനുഭവത്തിൽ വരുത്തും. കലഹ ഭയം ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ എപ്പോഴും ഈശ്വര പ്രാർത്ഥനയും ഈശ്വര ചിന്തയുമായി മുന്നോട്ട് പോകുന്നതും മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുന്നതും നല്ലതാണ്.
15-ാം തീയതിക്ക് ശേഷം ബുധൻ 8-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ബുധൻ ഇവർക്ക് ധാരാളം ഭാഗ്യാനുഭവങ്ങൾ നൽകും. എല്ലാ കാര്യങ്ങളിലും വിജയം ഇവർക്ക് നേടുവാൻ 8-ാം ഭാവത്തിലെ ബുധൻ സഹായിക്കും. ഇതുവരെ ഏറ്റെടുത്ത് പരാജയപ്പെട്ട കാര്യങ്ങളൊക്കെ വിജയകരമായി പൂർത്തീകരിക്കുവാൻ ഇവർക്ക് അവസരമുണ്ടാകും. അതുപോലെ സന്താനപരമായിട്ട് സൗഖ്യവും ഇവർക്ക് അനുഭവപ്പെടും. സന്താനങ്ങളെ ഓർത്ത് ക്ലേശങ്ങൾ അനുഭവിച്ചവർക്ക് അതെല്ലാം മാറി മാനസികമായി വലിയ സന്തോഷവും ഉന്മേഷവും ഒക്കെ അനുഭവപ്പെടും. വളരെ കാലമായി സന്താനങ്ങൾ ഉണ്ടാകാതെ ബുദ്ധിമുട്ടുന്ന ദമ്പതിമാർക്ക് അവരുടെ പ്രയാസങ്ങൾക്ക് മാറി സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകും. വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങാനും അതൊക്കെ ഉപയോഗിക്കാനും ഇവർക്ക് ഈ ബുധന്റെ സ്ഥിതി മൂലം ഇടവരും. ധനസിദ്ധിയും 8-ാം ഭാവത്തിലെ ബുധൻ ഇവർക്ക് അനുഭവത്തിൽ വരുത്തും. അപ്രതീക്ഷിതമായി ധനലാഭം ഇവർക്ക് വന്നു ചേരും. പ്രതീക്ഷിക്കാത്ത പല മേഖലയിൽ നിന്നും ഇവർക്ക് സാമ്പത്തികമായ നേട്ടം വന്നുകൊണ്ടിരിക്കും. വളരെ കാലമായി കിട്ടാതെ കിടക്കുന്ന കടമൊക്കെ പെട്ടെന്ന് തിരികെ ലഭിക്കും. അതുപോലെ ചിട്ടി ലോണൊക്കെ അപേക്ഷിച്ചവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ പെട്ടെന്ന് അത് ലഭിച്ചു തുടങ്ങും. പ്രവൃത്തിയിലെ സാമർഥ്യം മൂലം കർമ്മരംഗത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാവുകയും സാമ്പത്തികമായി വലിയ ലാഭം കൈവരിക്കുകയും ചെയ്യും. ഇതിൻ്റെയൊക്കെ ഫലമായി മാനസികമായി വലിയ സന്തോഷം ഇവർക്ക് അനുഭവപ്പെടും. ജീവിതത്തിൽ വളരെ കാലമായി നേടുവാൻ ആഗ്രഹിച്ച പലതും ഇവർക്ക് നേടുവാൻ ഇടവരും. വ്യാഴം സ്ഥിതി ചെയ്യുന്നത് 9-ാം ഭാവത്തിലാണ്. ഭാഗ്യസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന വ്യാഴം ധാരാളം ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് നൽകും. പ്രത്യേകിച്ചും ഭാര്യാലബ്ധിയാണ് 9-ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ ചാരഫലം. വളരെ കാലമായി വിവാഹം ആലോചിച്ചിട്ട് നടക്കാത്ത യുവക്കൾക്ക് അനുകൂലമായ തീരുമാനങ്ങളിൽ എത്തിച്ചേരുവാൻ സാധിക്കും. അതുപോലെ സന്താന ലബ്ധിയും ദമ്പതിമാർക്ക് അനുഭവപ്പെടും. വളരെ കാലമായി സന്താന സിദ്ധി ഉണ്ടാകാത്ത ദമ്പതിമാർക്ക് അനുകൂലമായ ചില അനുഭവങ്ങളൊക്കെ വന്നു ചേരും. സാമ്പത്തികമായ ലാഭവും 9-ാം ഭാവത്തിലെ വ്യാഴം ഈ കൂറുകാർക്ക് നൽകും. സൽക്കർമ്മങ്ങൾ ചെയ്ത് പുണ്യം വർദ്ധിച്ച് ജീവിത വിജയം നേടുവാനുള്ള അവസരം ഈ കൂറുകാർക്ക് വന്നു ചേരും. കർമ്മസിദ്ധിയും ഇവർക്ക് അനുഭവപ്പെടും. ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു കർമ്മ മേഖല തിരഞ്ഞെടുക്കുവാനും അവിടെയൊക്കെ വിജയിക്കുവാനും ഈ കൂറുകാർക്ക് സാധിക്കുന്നതാണ്. വളരെ കാലമായി പുതിയ ഒരു ജോലി അന്വേഷിച്ച് നടക്കുന്ന യുവാക്കൾക്ക് തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജോലി ലഭിക്കാൻ ഇടയുണ്ട്. അതുപോലെ ബിസിനസ് രംഗത്തും മറ്റും കൂടുതൽ വിപുലീകരണം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. കച്ചവടം, കൃഷി, വ്യവസായം തുടങ്ങിയ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ആ മേഖലയിൽ നിന്നും കൂടുതൽ നേട്ടം പ്രതീക്ഷിക്കാം. വലിയ ആജ്ഞാശക്തിയോടെ പ്രവർത്തിക്കുവാനും സമൂഹത്തിലെ ഉന്നത സ്ഥാനം വഹിക്കുവാനുമുള്ള അവസരം ഇവർക്ക് വന്നു ചേരും. തങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് മറ്റുള്ളവർ വലിയ വില കൽപ്പിക്കുകയും അതൊക്കെ അംഗീകരിക്കുകയും ചെയ്യുന്ന അസാധാരണമായ അനുഭവം ഇവർക്ക് വന്നു ചേരും. 14-ാം തീയതി വരെ ശുക്രൻ ഇവർക്ക് 8-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 8-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ ദാമ്പത്യ സൗഖ്യം കൂടുതലായി ഇവർക്ക് അനുഭവത്തിൽ വരുത്തുന്നതാണ്. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ മാറി താമസിക്കുന്ന ദമ്പതിമാർക്ക് ഒന്നിച്ചു ചേരുവാനും കൂടുതൽ ദൃഢമായ ദാമ്പത്യ ബന്ധത്തോടെ മുന്നേറുവാനും കഴിയുന്നതാണ്. ധാരാളം ഗൃഹോപകരണങ്ങൾ വാങ്ങുവാനും ഉപയോഗിക്കുവാനും ഒക്കെയുള്ള അവസരം ഇവർക്ക് ശുക്രന്റെ 8-ാം ഭാവസ്ഥിതി മൂലം വന്നു ചേരും. 14-ാം തീയതിക്ക് ശേഷം 9-ാം ഭാവത്തിലേക്ക് മാറുന്ന ശുക്രൻ സാമ്പത്തികമായി വലിയ ലാഭം ഇവർക്ക് കൊടുക്കുന്നതാണ്. മനസ്സന്തോഷം, അതുപോലെ കാര്യവിജയം, ഇതൊക്കെ 9-ാം ഭാവത്തിലെ ശുക്രന്റെ ചാരഫലമാണ്. എതിർലിംഗത്തിൽപ്പെട്ടവരുമായി കൂടുതൽ അടുത്ത് ഇടപഴകുന്നതിനും കൂടുതൽ സുഖാനുഭവങ്ങൾ ലഭിക്കുന്നതിനും അവസരമുണ്ടാകും. ബഹുവിധത്തിലുള്ള സുഖം 9-ാം ഭാവത്തിലെ ശുക്രൻ ഇവർക്ക് നൽകും. 6-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനി കൂടുതൽ ഗുണഫലങ്ങൾ ഇവർക്ക് നൽകുന്നതാണ്. രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചു വന്ന ഈ കൂറുകാർക്ക് അതിൽ നിന്നും വളരെ പെട്ടെന്നുള്ള മോചനം നൽകും. മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതി ഇവർക്ക് വന്നു ചേരും. ശത്രുക്കളെ കൊണ്ടുണ്ടായിരുന്ന ഉപദ്രവങ്ങളൊക്കെ ഇല്ലാതാകും. ശത്രുക്കളൊക്കെ മിത്രങ്ങളായി മാറുകയും അവരിൽ നിന്നും കൂടുതൽ സഹായങ്ങൾ ഈ കൂറുകാർക്ക് ലഭിക്കുകയും ചെയ്യും. സർവ്വകാര്യത്തിലും വിജയം കൈവരിക്കുവാൻ 6-ാം ഭാവത്തിലെ ശനി ഈ കൂറുകാരെ സഹായിക്കും. വളരെ കാലമായി ആഗ്രഹിക്കുന്ന ജീവിത അഭിലാഷങ്ങളൊക്കെ പൂർത്തീകരിക്കാനുള്ള അവസരം ഇവർക്ക് മെയ് മാസത്തിൽ വന്നു ചേരും. 5-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു ഇവർക്ക് അത്ര അനുകൂലമല്ല.
സന്താനങ്ങളുമായി അകന്ന് കഴിയേണ്ട അവസരങ്ങൾ ഒരുപക്ഷെ ഈ കൂറുകാർക്ക് ഉണ്ടായെന്ന് വരാം. എന്നാൽ 11ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതു ഇവർക്ക് കൂടുതൽ ഗുണഫലങ്ങൾ നൽകും. സമൂഹത്തിൽ ഒരു നേതൃപദവി ഏറ്റെടുക്കുവാനും ആ പദവിയിൽ വിജയിക്കുവാനും ഇവർക്ക് കഴിയുന്നതാണ്. പല വിധത്തിലുള്ള സുഖാനുഭവങ്ങൾ 11ാം ഭാവത്തിലെ കേതു ഇവർക്ക് നൽകും. പൊതുവെ ഭൂരിഭാഗം ഗ്രഹങ്ങളും അനുകൂല ഫലങ്ങളാണ് ഈ കൂറുകാർക്ക് നൽകുന്നത്. 7ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വയെ കൊണ്ടുള്ള ദോഷഫലങ്ങൾ ഇല്ലാതാക്കുന്നതിന് സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിച്ച് പ്രീതിപ്പെടുത്തുന്നത് ഉത്തമമാണ്. അതുപോലെ 7ാം ഭാവത്തിലെ ബുധൻ നൽകുന്ന അനിഷ്ടഫലങ്ങൾ ഇല്ലാതാക്കുന്നതിന് മഹാവിഷ്ണുവിന് സഹസ്രനാമ പുഷ്പാഞ്ജലി കഴിച്ച് പ്രാർത്ഥിക്കുന്നത് സഹായിക്കും. 5ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു മൂലം അനുഭവത്തിൽ വരാൻ സാധ്യതയുള്ള ദോഷഫലങ്ങൾ ഇല്ലാതാക്കുന്നതിന് ദുർഗാദേവിക്ക് പ്രീതികരമായ വഴിപാടുകൾ കഴിക്കുന്നതും നാഗദൈവങ്ങൾക്ക് പ്രീതികരമായ വഴിപാടുകൾ കഴിക്കുന്നതും ഉത്തമമാണ്. പൊതുവെ കൂടുതൽ ഭാഗ്യാനുഭവങ്ങളാണ് മെയ് മാസത്തിൽ ഈ കൂറുകാർക്ക് അനുഭവപ്പെടുക. ഇത് ചാരഫലം മാത്രമാണ്. ഇപ്പോൾ അനുഭവിക്കുന്ന ദശയുടെയും അന്തർദശയുടെയും ഗുണങ്ങളും ദോഷങ്ങളും അനുസരിച്ച് മാത്രമായിരിക്കും ചാരഫലം അനുഭവപ്പെടുക. ജാതകവശാൽ എന്തെങ്കിലും ദോഷങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തി പരിഹരിച്ചാൽ കൂടുതൽ ഗുണഫലങ്ങൾ അനുഭവപ്പെടും. 2026 മെയ് മാസം തുലാക്കൂറിൽ ജനിച്ച എല്ലാവർക്കും കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. ശംഭോ മഹാദേവ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം.